സഹോദരന്മാരുടെ മരണവാർത്ത കേട്ടപ്പോൾ ഹിരണ്യകശിപു ദുഃഖിതനായി. ഹിരണ്യാക്ഷന്റെ മരണത്തിന് പ്രതികാരമെന്നോണം അദ്ദേഹം ദേവന്മാരെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചു. ഭവനരഹിതരായ ദേവന്മാർ അവിടെയും ഇവിടെയുമായി അലഞ്ഞു നടക്കുവാൻ തുടങ്ങി. എന്നാൽ പോലും ഹിരണ്യകശിപു തൃപ്തനായില്ല. കൂടുതൽ ശക്തിയും അധികാരവും നേടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മന്ദരാജൽ പർവ്വതത്തിൽ പോയി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുവാനായി കഠിനമായ തപസ് ആരംഭിക്കുന്നു. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് ആഗ്രഹിക്കുന്നതെന്തും നിറവേറ്റുവാൻ ബാധ്യസ്ഥനായതിനാൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ഹിരണ്യകശിപു അഭ്യർത്ഥിച്ചു, അല്ലയോ ഭഗവാനെ, എനിക്ക് പകലോ രാത്രിയോ മരണം ഭവിക്കാതിരിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഭൂമിയിലോ ആകാശത്തോ വെച്ച് എനിക്ക് മരണം സംഭവിക്കരുത്. ദേവന്മാരാലോ അസുരന്മാരാലോ ഹനിക്കുവാൻ കഴിയരുത്. മനുഷ്യരാലോ മൃഗത്താലോ എനിക്ക് ജീവഹാനി സംഭവിക്കരുത്. കൂടാതെ ഒരു ആയുധത്താലും ഞാൻ കൊല്ലപ്പെടാതിരിക്കുവാനും അനുഗ്രഹിക്കണമേ. ബ്രഹ്മാവ് ഹിരണ്യകശിപുവിനെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെയാവട്ടെ എന്ന് മൊഴിഞ്ഞു. അതിനാൽ ഹിരണ്യകശിപു കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി തീർന്നു.